ഒരു വീഡിയോ കാണാൻ നിങ്ങൾ ധൈര്യം കാണിച്ച നിങ്ങളോട് വളരെ നന്ദി. എൻ്റെ ഈ ചെറിയൊരു സ്പേസിൽ നമ്മുടെ ഒരു ചെറിയൊരു ക്രിയേറ്റീവ് ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഇന്ന് ഒരു നല്ല കാലാവസ്ഥയായിരുന്നു, ഒരു നല്ല ദിവസമായിരുന്നു. എനിക്ക് 1-2 ഓഡീഷൻസ് ഉണ്ടായിരുന്നു, മീറ്റിങ്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നല്ല ദിവസം. നിങ്ങൾ എവിടെയാണോ എവിടെയായിരുന്നാലും അവിടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല ദിവസമായിരുന്നിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ കണ്ട മലയാള സിനിമയായിരുന്നു തൊണ്ടി മുതലും ദൃക്സാക്ഷി. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു പക്ഷേ. സോ ബട്ട് എനിവേസ്, അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചുമ്മാ ഇട്ടിരുന്നു. ആ ഫിലിം കണ്ടതിന് ശേഷം ഞാൻ 2 സിനിമയും കൂടെ കണ്ടു. വളരെ കോയിൻസിഡൻ്റ്ലി യാദർശികമായിട്ട് കണ്ട 2 സിനിമയും നിവീൻ പോളിയുടെ ആയിരുന്നു. സോ അതിലൊന്നാണ് സഖാവ്. ഇത് പുതിയ പടമൊന്നുമല്ല, ഇത് നാട്ടിൽ ഏപ്രിൽ 17-ാം തീയതിയാണ് ഇത് റിലീസ് ചെയ്തത്. 2017 ഈ വർഷം തന്നെയാണ് റിലീസ് ചെയ്തത്, ബട്ട് a few months earlier. സോ ഇതത്ര പുതിയ ഒരു ചിത്രമല്ല, ബട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് അത് റിലീസ് ചെയ്ത സമയത്തോ അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്, ബിക്കോസ് കുറച്ചൊരു 3 മാസത്തിന് ശേഷം ഇത് കണ്ട സ്ഥിതിക്ക് ഒരു പക്ഷേ എനിക്കൊരു അൺബയസ്ഡ് ഒപ്പീനിയനിലേക്ക് എത്താൻ സാധിച്ചിരിക്കും എന്നെനിക്ക് തോന്നുകയാണ്. കാരണം നമ്മളൊരു ഫിലിം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ ഒരു പ്രൊമോഷൻസും അതിൻ്റെ ക്യാമ്പയിൻസും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ പലരുടെയും ഒരു എക്സ്പെക്റ്റേഷൻ, അതൊരു കണ്ടിട്ടുള്ള അഭിപ്രായമല്ല, അത് എന്തായിരിക്കും എന്നുള്ള ഇതെല്ലാം വായിച്ചും കണ്ടും ഒക്കെ ചെയ്ത് നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ബയസ്ഡ് ആവാനൊരു സാധ്യതയുണ്ട്. ഇപ്പം ഇത്രയും ഒരു 2-3 മാസം കഴിഞ്ഞതിന് ശേഷം ഞാനിത് കണ്ടുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അങ്ങനെ ഒരു ബയസ് ഉണ്ട്. ഐ ജസ്റ്റ് റാൻഡംലി സെലക്റ്റഡ് എ മൂവി ആൻഡ് ഡിസൈഡഡ് ടു വാച്ച് ആൻഡ് ദാറ്റ് ഹാപ്പൻഡ് ടു ബി സഖാവ്. ഒറ്റ ഒരു വൺ ലൈനിൽ കഥയല്ല, വൺ ലൈനിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. ബട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, ഞാനിതൊരു റിവ്യൂ ആയിട്ടൊന്നും അല്ല ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. വെറുതെ എൻ്റെ ടൈറ്റിലിൽ ഞാൻ പറയുന്ന പോലെ വെറുതെ കുറച്ച് സിംപ്ലി ദിസ് ആൻഡ് ദാറ്റ് അത്രേ ഉള്ളൂ പറയാൻ. കാരണം ഇത് ഞാൻ ഈ പറഞ്ഞ സിനിമകളുടെ ഒന്നും സാമ്പത്തിക പ്രോഫിറ്റബിലിറ്റി ഒന്നും എനിക്കറിയില്ല. ബിക്കോസ് ആ നമ്പേഴ്സൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. ആ നമ്പേഴ്സൊക്കെ കിട്ടാൻ പബ്ലിക്കിന് അവൈലബിൾ ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഐ റിയലി നോട്ട് ലുക്ക്ഡ് ഇൻ ടു ദാറ്റ്. സോ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ഫ്രം എ പ്രോഫിറ്റബിൾ ആക്ച്വൽ പൈസ ഇൻവെസ്റ്റേഴ്സിന് എത്ര തിരിച്ച് കിട്ടി എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്കിതിൻ്റെ സക്സസിനെ പറ്റി പറയാൻ പറ്റില്ല. ബട്ട് ഐ തിങ്ക് സഖാവ് കണ്ടിട്ടുള്ളവർക്ക് മോശം പറയാൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ചിലർ കാണാൻ പോയിട്ട് നിരാശരായിട്ട് വന്നിട്ടുണ്ട്. ദാറ്റ്സ് പ്രോബബ്ലി ബിക്കോസ് ദേ വെൻറ്റ് ഫോർ ദ ഫിലിം വിത്ത് സംതിങ് ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻ. നിവീനിൽ നിന്നും, ആ ഒരു കഥാപാത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു നിവീൻ സിനിമയിൽ നിന്നും ഇതല്ലായിരിക്കാം ഒരു പക്ഷേ പ്രതീക്ഷിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ മാക്സിമം മീശ പിരിക്കുന്ന ഒരു നിവീനായിട്ടോ, അതായത് ലാലേട്ടനൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറായിരിക്കും നിവീൻ സഖാവിൽ ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയിലും കാണും പോയിട്ടുള്ളവർ ഒരു പക്ഷേ must have been a little disappointed with Saqaf. But otherwise, I think it's a fine film. So let's get into some of the more obvious factors. ഒന്ന് പേര്, ടൈറ്റിൽ സഖാവ് എന്നാണ്. ഇതൊരു സഖാവിൻ്റെ കഥയാണ്. സോ അവർ ഒട്ടും സമയം വേസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. സഖാവ് ഇസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ ഫോർ ദിസ്. സഖാവ് എന്ന് പറഞ്ഞാൽ കോമ്രാഡ് ഇൻ ദ കമ്മ്യൂണിസ്റ്റ് ലാംഗ്വേജ്. ഓക്കെ, സോ ഇത് 2017. ഇതിൻ്റെ ഡയറക്ടർ സിദ്ധാർത്ഥ ശിവയാണ്. Siddhartha Shiva has written also for this film. So from a writing standpoint, it's a fine film, it's a good film in the sense, in the screenplay
there are some, again, as an audience, എനിക്ക് കുറച്ച് അഭിപ്രായങ്ങൾ എൻ്റെ എതിർപ്പുണ്ട് on a negative standpoint, not too negative, but few things here and there. But overall, ഒരു പെർസെൻറ്റേജ് പോയിന്റിൽ പറയുകയാണെങ്കിൽ I would certainly give it 70-75% for a good screenplay. The reason is this. ഇതിനകത്ത് പിന്നെ വളരെ വളരെ സിനിമാറ്റിക്ലി വളരെ നെറേറ്റീവ്ലി ഒരു 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 പ്രസന്റ് ഡേ കഥാപാത്രത്തിനെ അതേപോലെ ഒരു പാരലൽ വേൾഡിലേക്ക് ഈ സിദ്ധാർത്ഥ ശിവ ഈ കഥയിലൂടെ പറയാം. ഒരു പ്രസന്റ് ഡേ സിനേറിയോയിലുള്ള ഒരു വ്യക്തി ക്രിയേറ്റീവ്ലി, അതായത് തന്ത്രപൂർവ്വം എങ്ങനെ ഈ പ്രേക്ഷകനെ എനിക്ക് മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാം, അതെന്തെങ്കിലും ഒരു കണക്ടിവിറ്റി വേണ്ടേ. ഒന്നെങ്കിൽ പ്രസന്റ് ഡേ ക്യാരക്ടറും പഴയ ഒരു കാലത്തെ ഒരു ക്യാരക്ടറുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഒരു സിറ്റുവേഷണൽ റീസൺ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഇദ്ദേഹം ആരെങ്കിലും തേടി അങ്ങോട്ട് പോകുന്നതാവണം. സം കണക്ഷൻസ് ഗോട്ട് ടു ബി ദെയർ, റൈറ്റ്? Siddhartha Shiva has creatively used the stardom of Niveen Pauly. See, Niveen Paulyയുടെ ഒരു സ്റ്റാർഡം ലിറ്ററലി മുതലെടുത്തുകൊണ്ട് ഇയാൾ അതിനെ സ്ക്രീൻ പ്ലേയിലേക്ക് ഇൻവോൾവ് ചെയ്യുകയും അങ്ങനെ ഈ ചിത്രത്തിൽ നിവീൻ പോളിക്ക് ഒരു ഡ്യുവൽ ക്യാരക്ടർ പ്ലേ ചെയ്യാനുള്ളൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. സോ ഫ്രം എ സ്ക്രീൻ റൈറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ, ഐ തിങ്ക് സിദ്ധാർത്ഥ് ശിവ ഹാസ് ഡൺ എ ഗുഡ് ജോബ്. ഇറ്റ്സ് നോട്ട് ഈസി. അതാ ഞാൻ പറഞ്ഞത്, നന്നായിട്ട് ഈ സിനിമ പോയിട്ടുണ്ട്. രണ്ട് പാരലൽ വേൾഡ്സിനെയും നന്നായിട്ട് മിക്സ് ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ പെർഫോമൻസിലേക്ക് ഞാൻ പിന്നെ വരാം, ബിക്കോസ് അതൊരു പറയേണ്ട ഒരു പോയിൻ്റാണ്. ബട്ട് ഫ്രം എ സ്ക്രീൻ പ്ലേ പോയിന്റ് ഓഫ് വ്യൂ നല്ല ട്രിക്കി ആയിട്ടൊരു കണക്ടിവിറ്റി കൊടുത്തു. ഫ്രം എ പ്രസൻറ്റ് ഡേ സിറ്റുവേഷൻ ടു എ പാസ്റ്റ് സ്റ്റോറി. ഹി യൂസ്ഡ് ഹിസ് പിന്നെ നിവിൻ പോളിയെ പോലൊരു സൂപ്പർ സ്റ്റാറിനെ കിട്ടുമ്പോൾ യു നീഡ് ടു റിയലി ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്. ഒരു നല്ലൊരു കഥയും അല്ലെങ്കിൽ ഒരു നല്ലൊരു എല്ലാം നന്നായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാലൻറ്റഡ് ആക്ടറിൻ്റെ ഡേറ്റ്സ് അല്ലെങ്കിൽ ഒരു കഴിവിനെ തന്നെ നമ്മൾ ചിലപ്പം it's not fair on him as an actor and on you as a writer. So Siddharth has done a good job in the screenplay department. His direction is also pretty good. I really cannot say anything അങ്ങനെ ഭയങ്കരമായിട്ടൊരു ബ്രില്യൻറ്റ് ഡയറക്ഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഹി ഈസ് എ ഫസ്റ്റ് ടൈം ഡയറക്ടർ. He has made very little confusing situations or shots or takes. അപ്പം നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലൊന്നും ഈ കഥ ആൾ പറഞ്ഞിട്ടില്ല. മീൻസ് അദ്ദേഹം ഈ സിനിമയെ വളരെ സിമ്പിളായിട്ട് ഇതാണ് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു ഇങ്ങനെ ഇവിടെ അവസാനിക്കുന്നു. അത് വളരെ സിമ്പിളായിട്ട് ആ ഒരു കഥ നമ്മളിൽ തന്നിരിക്കുകയാണ്. ആൻഡ് ദാറ്റ്സ് ഗുഡ്. കാരണം ഈ ഒരു പടം എനിക്ക് തോന്നുന്നു ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്ത് ഒരു ഭയങ്കര ഡിറക്ടോറിയൽ ടച്ചും ട്വിസ്റ്റും ടേണും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇറ്റ് വുഡ് ഹാവ് ബിക്കം എ ലിറ്റിൽ ബോറിംഗ് എന്നെനിക്ക് തോന്നുന്നു. സോ ഐ തിങ്ക് സിദ്ധാർത്ഥ് ഡിഡ് എ വൈസ് മൂവ് ബൈ ടെല്ലിംഗ് ദ സ്റ്റോറി ആസ് ഹീ സോ ഇറ്റ്. അദ്ദേഹം മനസ്സിൽ കണ്ട് എഴുതിയ അതേപടി ക്യാമറയിലേക്ക് പകർത്തുവാനാണ് ശ്രമിച്ചത് എന്നെനിക്ക് തോന്നുന്നു. കൂടുതൽ ഡയറക്ഷനിൽ എങ്ങനെ ഒരു സീൻ ബ്യൂട്ടിഫൈ ചെയ്യാം. ഇറ്റ് നോർമലി ഹാപ്പൻസ് വേറൊരാളുടെ സ്ക്രിപ്റ്റ് കിട്ടുമ്പോഴൊക്കെ ഒരു ഡയറക്ടറിന് ഒരു സ്റ്റെപ്പ് ബിയോണ്ട് തിങ്ക് ചെയ്യാനുള്ളൊരു സ്കോപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇൻ ദ സെൻസ് ബൈ ആക്സിഡൻ്റ് ആവാം. എന്തായിരുന്നാലും അത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കറിയില്ല സിദ്ധാർത്ഥിനെ. ബട്ട് ദ തിങ് ഈസ് വെദർ ഹീസ് ഡൺ ഇറ്റ് നോയിങ്ലി ഓർ അൺനോയിങ്ലി ദ ഡയറക്ഷൻ ഇസ് ഫെയർലി ഗുഡ് ആസ് വെൽ. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ രണ്ട് പിന്നെ തലത്തിൽ നിൽക്കുന്ന കഥകൾ, ഒരു പ്രസൻറ്റ് ഡേ ആൻഡ് ഒരു പാസ്റ്റ് ഡേ ഒരുമിച്ച് ഇങ്ങനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. സോ ഇറ്റ്സ് ഡൺ എ ഗുഡ് ജോബ്. സിനിമാറ്റോഗ്രാഫി ഈസ് ബൈ എ ജെന്റിൽമാൻ ബൈ ദ നെയിം ഓഫ് ജോർജ് സി വില്യംസ്. സോറി, അറിയില്ല. ബട്ട് എനിക്കറിയില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഹി മസ്റ്റ് ബി ഡൂയിങ് എ ലോട്ട് ഓഫ് ഫിലിംസ്, എ ലോട്ട് ഓഫ് ഗുഡ് സ്റ്റഫ്. തീർച്ചയായിട്ടും എനിക്ക് ഒരു കേട്ട് പരിചയം ഇല്ല ജോർജ് സി വില്യംസ്. ബട്ട് വെൽ, ടോക്കിംഗ് അബൌട്ട് cinematography, it's not too bad.
ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് അഗെയിൻ ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിവിൻ പോളിയെ എത്ര മാക്സിമൈസ് ചെയ്ത് ഒരു ഷോട്ട് കമ്പോസ് ചെയ്യാം, ലൈറ്റിംഗ് ഫേവറബിൾ ആക്കാം എന്നൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ദെയർസ് നോ ക്വസ്റ്റൻ അബൌട്ട് ഇറ്റ്. ബട്ട് അത് കുറച്ച് ടെക്നിക്കലായിട്ട് കാണുന്നവർക്ക് അറിയാം. ദിസ് മാൻ ഹാസ് ട്രൈ ടു, ജോർജ് സി വില്യംസ് ഒരു നല്ലൊരു ബഡ്ജറ്റ് പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഈസ് വാട്ട് ഇസ് മൈ ഒപ്പീനിയൻ. മ്യൂസിക് പ്രശാന്ത് പിള്ളയാണ് ടിപ്പ് ടോപ്പ്. നമുക്കൊക്കെ അറിയാം ഹിസ് മാജിക് ഇൻ മ്യൂസിക്, ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ. ഇന്നത്തെ ഒരു ജനറേഷനിൽ പെടുന്ന ഒരുപാട് പേര് ഈ ഒരു സെൻസിറ്റിവിറ്റിയിലുണ്ട്. ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് അഗെയിൻ പ്രശാന്ത് ഹാസ് സിംപ്ലി പ്രൂവൺ ദാറ്റ് ഹി ഈസ് ഗുഡ് അറ്റ് വാട്ട് ഹി ഡസ്. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ആൻറ്റോ ജോസഫ് ഫിലിം കമ്പനി. പിന്നെ ഒരു നല്ലൊരു ഒരു ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സിനെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിവിൻ പോളി അഭിനയിക്കുന്ന ഒരു ഫിലിമിൽ അത് എക്സ്പെക്റ്റഡ് ആണ്. there's no question about that. And then let's quickly get into the acting, the performance part. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നിവിൻ പോളി, ഐശ്വര്യ രാജേഷ്, അപർണ ഗോപിനാഥ്, അൽതാഫ് സലീം and a few other people. എടുത്തു പറയാൻ ബിനു പാപ്പു, ഗായത്രി സുരേഷ്, രഞ്ജി പണിക്കർ, പിന്നെ പ്രേംകുമാർ, ഇങ്ങനെ പോകുന്നു. വി കെ പ്രകാശ് ആസ് മാത്യു. വി കെ പ്രകാശ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, സോ നിവിൻ പോളി. See, I am one of the lucky people who had the opportunity to meet and spend a few hours with Niveen Pauly during the days of Malarwadi Arts Club. Malarwadi Arts Club ഷൂട്ട് ചെയ്യുമ്പോൾ ലൊക്കേഷനിൽ ഞാൻ പോയി ഈ 5 പേരെയും എനിക്ക് കാണാനുള്ള ഒരു ലക്കി ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയോ വർഷമായില്ലേ. ആൻഡ് നിവിൻ പോളി അയാളൊരു സ്റ്റാർ എന്ന് വിളിക്കുന്നതിന് കാരണമുണ്ട്. ബിക്കോസ് he knows exactly what and how a Niveen Pauly should be. Okay? അയാളുടെ ഒരു എന്താ പറയുന്നത്, അയാളുടെ ഒരു ഫൗണ്ടേഷനാക്കി നിലനിർത്തിക്കൊണ്ട് പോകും. അത് എനിക്ക് തോന്നുന്നു നിവിൻ പോളിയുടെ ഏതൊരു ഫിലിം നമ്മൾ എടുത്താലും അതിലൊരു നിവിൻ ക്വാളിറ്റീസം ഉണ്ട്. You know, but at the same time he's capable of becoming not really a character but a hero. ഇതിനകത്ത് നിവിൻ പോളിയെ പറ്റി എടുത്തു പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇയാളുടെ 2 കഥാപാത്രങ്ങൾ. സോ ഓബ്വിയസ്ലി നിവിൻ ഇതിനകത്ത് 2 കഥാപാത്രങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഒന്നൊരു പ്രസന്റ് ഡേ want to be politician or want to be political leader, ഒരു പൊളിറ്റിക്കൽ ലീഡർ ആകുവാൻ ശ്രമിക്കുന്ന ഒരു യുവാവും ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ പാരലൽ വേൾഡിൽ നടക്കുന്ന കഥാപാത്രത്തിൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് ലീഡർ. ഈ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ് നിവിൻ ചെയ്യുന്നത്. ഒന്ന്, ഈസ് എ യൂത്ത്, ഒരു കൂടി വന്ന ഒരു ലേറ്റ് 20s, 27-28 വയസ്സിൽ നിൽക്കുന്ന ഏതോ ഒരു പ്രായത്തിൽ നിൽക്കുന്ന ഒരു യുവാവായിട്ടാണ് ഇയാൾ പ്രസന്റ് ഡേയിൽ ഇയാൾ പോർട്രേ ചെയ്യുന്ന ക്യാരക്ടർ. മറ്റേതിൽ ഇയാൾ ഒരു 40+ ആണെന്ന് തോന്നുന്നു ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ്, ഒരു പോപ്പുലർ ആയിട്ടുള്ള, റെസ്പെക്റ്റഡ് ആൻഡ് വെൽ കമാൻഡിങ് ആയിട്ടുള്ള ഒരു ലീഡറിനെ പോർട്രേ ചെയ്യണം നിവിൻ. ദാറ്റ്സ് നോട്ട് ഈസി മാൻ. അതൊട്ടും അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിവിൻ വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്യുന്നുള്ളൂ. റിയലി വെൽ മാൻ. ആക്ച്വലി ഐ വാസ് സോക്ക്ഡ്. ഐ വാസ് ലൈക്ക് വാവ്, ഇയാൾ കൊള്ളാമല്ലോ. ബിക്കോസ് വളരെ നാച്ചുറലായിട്ട് തന്നെ അത് ചെയ്തു. പിന്നെ ഇതിനകത്ത് ഇയാൾ കുറച്ച് സ്മാർട്ടായിട്ട് ഇയാൾ ഇതിൻ്റെ ക്യാരക്ടർ ഡിഫറൻസിയേഷൻ
വരുത്തിയിട്ടുണ്ട്. അത് രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കാം, ഡയറക്ടറും നിവീനും കൂടെ. യൂത്ത് എന്ന ക്യാരക്ടർ, യൂത്ത് ചെയ്യുന്ന ആ പയ്യൻ്റെ ഒരു വാണ്ട് ടു ബി ലീഡറിൻ്റെ ആ ഒരു ഭാഗം ചെയ്യുമ്പോൾ നിവീൻ ഇസ് ആക്ച്വലി വെരി ആനിമേറ്റഡ് ആണ്. അവിടെയാണ് ഞാൻ പറയുന്നത് ഹീറോ ആവാൻ നിവീന് പറ്റും, ഹീറോ ആവാനാണ് നിവീൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. നിവീന് എല്ലാ തരത്തിലുള്ള റോളും പറ്റും, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് നിവീൻ ഇസ് ബെറ്റർ, ഹി നോസ്, ഐ തിങ്ക് ഹി നീഡ്സ് ടു സ്റ്റെപ്പ് ഇറ്റ് അപ്പ് ടു ബിക്കം എ ഹീറോ ദാൻ എ ക്യാരക്ടർ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വെച്ച് നോക്കുമ്പോൾ ഈ യുവാവിൻ്റെ കഥാപാത്രം നിവീൻ കുറച്ച് ആനിമേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബട്ട് ദാറ്റ്സ് ഗുഡ്, ബിക്കോസ് അയാൾ അങ്ങനെ അത് കുറച്ച് ആനിമേഷൻ പൊക്കി നിർത്തിയപ്പോൾ ഈ കൃഷ്ണന്റെ പ്രായമുള്ള കഥാപാത്രം ചെയ്തപ്പോൾ ഇയാൾ കംപ്ലീറ്റ്ലി കമ്പോസ്ഡായി. അതിനെ ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ക്യാരക്ടറൈസേഷൻ്റെ ഒരു ഭാഗമായിട്ട് ഈ കഥാപാത്രം ഹാഫ് പാരലൈസ്ഡ് ആണ് കുറച്ച് കഴിഞ്ഞിട്ട്. സോ ദാറ്റ് ടു സം എക്സ്റ്റെൻറ്റ്, പക്ഷേ അത് ഇറ്റ്സ് നോട്ട് ഈസി, ഈ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് വെരി വെൽ ഡൺ, ആക്ച്വലി വെരി വെൽ ഡൺ നിവിൻ പോളി. ഐ തിങ്ക് യു റിയലി getting a lot of respect, at least you have mine. അപ്പോൾ അത് വളരെ നന്നായിട്ട് നിവീൻ ചെയ്തിട്ടുണ്ട്. ആസ് എ ഹീറോ ഓഫ് ദ ഫിലിം he's shown complete justice to the film. പിന്നെ ഐശ്വര്യ രാജേഷ് ആണെങ്കിലും ബാക്കിയുള്ള സ്റ്റാർസ് ഒക്കെ ആണെങ്കിലും it's a complete നിവീൻ ഫിലിം. അപ്പോൾ അങ്ങനെ ഒരു എടുത്തു പറയാൻ തക്കവണ്ണം ഒരു ഡ്രമാറ്റിക് പെർഫോമൻസസ് ഒന്നും എനിക്ക് ലൈക്ക് ടു സ്പെസിഫിക്കലി ടോക്ക് അബൌട്ട്, റൈറ്റ്? ഐ മീൻ എനിക്ക് വീഡിയോ ഇങ്ങനെ വരച്ച് നീട്ടാനും താല്പര്യമില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ ഓവറോൾ ദി പെർഫോമൻസ് വാസ് റിയലി ഗ്രേറ്റ്. ഞാൻ പറഞ്ഞില്ലേ, VKP ചെയ്ത ആ റോൾ ഒരു നിർണായകമായിട്ടുള്ളൊരു കഥാപാത്രമാണ് VKP ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് he always does that kind of roles and he does it really well. അപ്പോൾ VKP അത് ചെയ്ത ആ ഒരു പോർഷൻ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കഥ ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു വാണ്ട് ടു ബി, അതായത് നന്നായിട്ട് എൻ്റെ കഥ സ്വിങ് ചെയ്ത് പോയിട്ടുണ്ട്, വീതി ചെയ്ത് പോയിട്ടുണ്ട്. ഒരു വാണ്ട് ടു ബി പൊളിറ്റീഷ്യൻ, ഞാൻ ഇന്നതൊക്കെ ചെയ്താലേ, അല്ലെങ്കിൽ ഇന്നതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇന്നതൊക്കെ കിട്ടും എന്ന് പറയുന്ന ഒരു ആരഗൻറ്റ് മനോഭാവമുണ്ട്, എല്ലാവർക്കും ഉണ്ട്, നമുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ കഥാപാത്രത്തിനുണ്ട്. എനിക്ക് എന്താ മറ്റേ കമ്മിറ്റിയിൽ മെമ്പർ ആവാൻ, ഞാൻ ഇന്നത് ചെയ്യും അത് ചെയ്യും, അവൻ്റെ കാര്യം വെട്ടും, ഇവനോട് കള്ളം പറയും, നീ നോക്കിയോ എല്ലാം ഞാൻ സെറ്റാക്കി കയറ്റിരും എന്ന് പറയുന്നൊരു ഇങ്ങനെ നടന്നു പോകുന്ന, എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി വളരെ അപ്രതീക്ഷിതമായിട്ട് ഇയാൾക്ക് നോ എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം, അതായത് ഇയാളുടെ ലീഡറാണ് വിളിച്ച് പറഞ്ഞടേ നീ പോയി അവിടെ സഖാവിനൊരു ബ്ലഡ് കൊടുക്കുക, അവിടെ നടന്നു വരെ നിന്ന് പോകുമെന്ന് പറഞ്ഞു. സഖാവിൻ്റെ അടുത്ത് ഇയാൾക്ക് നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ കാരണത്താൽ ഒരു ദിവസത്തെ പദ്ധതികൾ മൊത്തം പ്ലാൻ ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങുന്ന വ്യക്തിയുടെ റൂട്ടൊന്ന് മാറുക. ഈ റൂട്ട് മാറി ഇയാൾ ചെന്ന് വിടുന്നത് ഒരു ഹോസ്പിറ്റലാണ്. ഒരു നേതാവ് ICUയിൽ കിടക്കുന്നു, ഇയാളുടെ ബ്ലഡ് കൊടുക്കണം. ഇയാൾക്ക് ബ്ലഡ് കൊടുക്കാനൊന്നും താല്പര്യമില്ല, ഇയാൾക്ക് വേറെ പണിയുണ്ട്. എന്നാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളുടെ സുഹൃത്തിൻ്റെ അടുത്ത്, നിവീൻ്റെ ക്യാരക്ടർ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് പടയിൽ തീർത്തിട്ട് നമുക്ക് പോയേക്കാം. പക്ഷെ ആ പടയിൽ നിന്ന് പോകാൻ പറ്റാതെ വരികയാണ്. അങ്ങനെ ഇതാരാണ് ഈ ICUയിൽ കിടക്കുന്ന നേതാവ്? ഇതെന്താണിത്? ചീഫ് മിനിസ്റ്റർ മുതൽ പ്രസ് എല്ലാവരും ഇത്രയും ബഹുമാനത്തോടെ ഇങ്ങനെ നിൽക്കുന്ന, ഇത് ആരാണ് ഈ മനുഷ്യന്? ഞാൻ കേൾക്കാത്ത ആൾക്കാരുണ്ടോ എന്ന് നിവീൻ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു ചെറിയൊരു സൈഡ് ട്രാക്ക് ഉണ്ട്. ഇതിനകത്ത് പ്രഭാകരൻ എന്ന് പറയുന്നൊരു കഥാപാത്രം, അതാ പറഞ്ഞേ, ഇതൊക്കെ നന്നായിട്ട് വീവ് ചെയ്തിട്ടുണ്ട് സിദ്ധാർത്ഥ ശിവ. അപ്പോൾ ഈ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വെയിറ്റിംഗ് റൂമിൽ നിൽക്കുകയാണ്. അങ്ങനെ നിവീൻ പോളി പ്രഭാകരൻ്റെ ക്യാരക്ടറും കൂടെ ഒരു ട്രാക്കിൽ പോയിട്ട് ഈ പ്രഭാകരനാണ് ഇതാരാണ് ഈ ICUയിൽ കിടക്കുന്ന നേതാവ് എന്ന് നിവീൻ്റെ അടുത്ത് പറയുകയാണ്. ആ സ്റ്റോറിയുടെ ഒരു എൻട്രി, ഒരു ഗേറ്റ് വേ ഒട്ടും സിദ്ധാർത്ഥ് ശിവ സിനിമാറ്റിക് ആക്കിയിട്ടില്ല. വളരെ നാച്ചുറലായിട്ട് ആ ഒരു ക്യൂരിയോസിറ്റി നിവിനിൽ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു കാഷ്വൽ ടോണിലാണ് പ്രഭാകരൻ ഈ പഴയ കഥ പറഞ്ഞു തുടങ്ങുന്നത്. ദാറ്റ് വാസ് ഓൾസോ ഗുഡ് അബൌട്ട് സിദ്ധാർത്ഥ് ശിവാസ് റൈറ്റിംഗ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഹിൻ്റൊക്കെ ഇതിനകത്ത് നമുക്ക് തരുന്നുണ്ട്. തന്നെ പോലെ കാണാൻ തന്നെ പോലെ തന്നെയാണെന്ന്
പ്രസന്റ് ഡേ നിവീൻ്റെ അടുത്ത് പ്രഭാകരൻ പറ കാണാൻ തന്നെ പോലെ തന്നെ ആയിരുന്നു ഈ കിടക്കുന്ന സഖാവ് എന്നൊക്കെ ഒരു ചെറിയ ഹിന്റ് തരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അതാണ് ഞാൻ പറയുന്നത്, ഇതിനകത്ത് സിദ്ധാർത്ഥ് ശിവ ഒരു ഹീറോയിക് പ്രസൻസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഡെവലപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നല്ലതാണ്. കാരണം നിവിൻ പോളിയുടെ ഒരു വലിയ നല്ലൊരു ആക്ടർ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ഡേറ്റ്സ് കിട്ടുമ്പോൾ അങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇവർ നോക്കും. സോ അങ്ങനെ ഒരു ഇതാരാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലാഷ് ബാക്കിൽ വരാൻ പോകുന്ന എന്നുള്ള ഒരു ഇന്നർ ക്യൂരിയോസിറ്റി എല്ലാ ഓഡിയൻസിനും ഉണ്ട്. അങ്ങനെ അത് ഇങ്ങനെ പ്ലേ ചെയ്ത് വന്നിട്ട് നിവിൻ പോളിയുടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് എൻട്രി ഒക്കെ മാസായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് എനിക്ക് സഖാവിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചില്ലെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് നിങ്ങൾ നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, എനിക്കൊന്ന് യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നു, ഫ്രീ ടു വാച്ച്. യുനോ എന്തെങ്കിലും ഒരു സമയം ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ ചുമ്മാ കണ്ടു നോക്കൂ. നമുക്ക് പൈസ ചിലവൊന്നുമില്ല യൂട്യൂബ് ആയിരുന്നു. സോ താങ്ക് യു.